അടിയന്തരാവസ്ഥയ്ക്കും ഫാസിസത്തിനും ഒരുപാട് രൂപങ്ങളുണ്ട്. നേരിട്ട് വരുന്നവയുണ്ട്, ഒളിഞ്ഞു വരുന്നവയുണ്ട്, പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ വരും. മറ്റൊരാളുടെ ശബ്ദം അടിച്ചമർത്തുന്ന രീതികളുണ്ട്. പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരുടെയും വായടപ്പിക്കുന്ന രീതിയുണ്ട്. അവർക്കൊരുപാട് സംഭാവനകൾ കൊടുത്തുകൊണ്ട്, ധാരാളം പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ അടിമകളായി നിർത്തുന്ന രീതിയുണ്ട്. അങ്ങനെ ഒരുപാട് രീതികളിലാണ് ഭരണകൂടവും ഫാസിസവും ലോകത്ത് പ്രവർത്തിക്കുന്നത്, രാജ്യത്തും പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട ആളുകളുടെ ഫോൺ ടാപ്പ്. ഇത് അമേരിക്കയിലുമൊക്കെ വലിയ വിഷയമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും മുൻ പ്രസിഡന്റുമാരുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അത് സംഭാഷണം ടാപ്പ് ചെയ്തുകൊണ്ട് അവരുടെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കുക എന്നുള്ള അമേരിക്കയിലൊക്കെ വലിയ വിഷയമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ വലിയ വിഷയമായി ഉയർത്തി കാണിക്കുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ചിരിക്കുന്ന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നു. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഫോൺ ഭരണകക്ഷിയുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ തന്ത്രങ്ങളുമായി പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എന്താണ് അവരുടെ സമരം? എന്താണ് അവരുടെ പരിപാടി? എന്താണ് കാണുന്നത്, കേൾക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ്. അത് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങനെ ചെയ്യുന്നു, സംസ്ഥാന ഗവൺമെൻറ്റും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ പരാതി. പ്രതിപക്ഷ നേതാവിൻ്റെ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ വളരെ ഗൗരവതരമാണ് ഈ വിഷയം. ഒരാളിൻ്റെ ഫോണ് അല്ലെങ്കിൽ അവർ സെർവർ ഉപയോഗിച്ചും ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഫോണൊക്കെ ടാപ്പ് ചെയ്യാൻ പറ്റും. ആരുടെ ഫോണും വിളിക്കുന്ന മുമ്പേ ടാപ്പ് ചെയ്യാം, വിളിച്ചതിന് ശേഷവും അതെന്താണെന്ന് അറിയാൻ പറ്റും. ആ സംവിധാനങ്ങൾ വളരെ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വക്കത്തിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് വലിയ രീതിയിൽ മറ്റൊരാളിൻ്റെ സംഭാഷണം, ഇപ്പം വാട്സപ്പിൽ പറയാറുണ്ട് ഇതൊക്കെ സ്വകാര്യമാണ്, വൺ ടു വൺ ഒന്നാണ്, മറ്റാർക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വാട്സപ്പിലെ മെസ്സേജുകൾ പോലും റിട്രീവ് ചെയ്യാനും അതിൽ മാറ്റിയെടുക്കാനും കണക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള വലിയ ഓപ്ഷനുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ തീർച്ചയായും വി ഡി സതീശൻ്റെ ഈ ആരോപണം വളരെ ഗുരുതരമാണ്. ടെലിഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ? ഫോൺ സംഭാഷണം, അത് പ്രത്യേകിച്ച് മൊബൈൽ സംഭാഷണം ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഗൗരവതരമായൊരു വിഷയമാണ്. ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ നിന്ന് അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഏതെങ്കിലും ഭീകരവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഫോണൊക്കെ ടാപ്പ് ചെയ്യുന്നു, ഓക്കെ, മനസ്സിലാവും. പക്ഷേ സാധാരണ ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ, ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ ഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒരു സംവിധാനം ഉപയോഗിച്ചും ടാപ്പ് ചെയ്യാൻ പാടില്ല. ഇത് തിരിച്ചും സംഭവിക്കാം. പിന്നെ ഈ ടെലിഫോൺ സംവിധാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മൊബൈൽ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ അവരെ സ്വാധീനിച്ച് പ്രതിപക്ഷത്തിനും എടുക്കാം, ഭരണപക്ഷത്തിൻ്റെ ടാപ്പ് ഫോണൊക്കെ എടുക്കാൻ പറ്റും. അത് ചെയ്യരുത്, ഒരാളും ചെയ്യരുത്. കാരണം ഇത് വളരെ കൃത്യമായി നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് കൂടി സംരക്ഷിച്ചു കൊണ്ട് പോകുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാവുന്നത്. തർക്കങ്ങളും വഴക്കുകളും കേസുകളും സമരങ്ങളും പരാതികളും പ്രതിഷേധങ്ങളും പ്രതികാരമൊക്കെ വരും. പക്ഷേ അത് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കി മറ്റൊരു പൗരൻ്റെ, മറ്റൊരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്ത്, പ്രത്യേകിച്ച് ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളുടെ ഫോൺ ടാപ്പ് ചെയ്ത് അതിൽ നിന്ന് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു കാരണവശാലും രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല. ഫാസിസത്തിൻ്റെ രൂപം എന്തെന്ന് നമുക്കറിയില്ല. നമ്മളാരും ഇന്ത്യയിൽ ഫാസിസം കണ്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫാസിസത്തിന് ഇങ്ങനെയും ഒരു രൂപം ഉണ്ടായിരിക്കാം.